ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ സേമിയം എഗ്ഗ് വെച്ചിട്ട് ഉള്ള ബിരിയാണിയാണ്. വളരെ ഡിഫറെൻ്റായിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാത്രം ചൂടായിട്ട് വരുമ്പോൾ 2 സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. 2 ബേ ലീവ്സ് ഇട്ടത് ഞാൻ കട്ട് ചെയ്തില്ലായിരുന്നു, നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കുക. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ, 2 എണ്ണം ആക്കിയിട്ട് കുറയ്ക്കുക. ഇത് അത്ര എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ബൗൾ സവാള എടുത്തിട്ടുള്ളത്, അതായത് 2 വലിയ സവാളയായിരുന്നു. അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബേലീസ് ഒന്ന് കട്ട് ചെയ്തിട്ടോ, വലുതായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനൊന്ന് 2ആക്കി കട്ട് ചെയ്തിട്ടിട്ടു. അതിനുശേഷം നമുക്കൊരു 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 സ്പൂണോളം. അതിനുശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മല്ലിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഞാനിവിടെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതാണ്. പട്ടയും ഗ്രാമ്പും അതുപോലെ ഏലക്ക, അതുപോലെ തക്കോലം, പിന്നെ കുരുമുളക്, അതെല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് ചേർത്തിട്ട് പിന്നീട് നമുക്ക് ഒരു തക്കാളി കുരു കളഞ്ഞിട്ടാണ് ഞാനതിനെ ചെറുതാക്കി മുറിച്ചത്. കാരണം കുരു ചേർക്കുമ്പോൾ കുറച്ച് പുളിപ്പ് വരും, അപ്പോൾ ആ പുളിരസം ഇല്ലാതിരിക്കാനാണ് നമ്മൾ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ബൗൾ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ബൗൾ സേമിയയ്ക്ക് 2 ബൗൾ എന്നുള്ള കണക്കിൽ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. സേമിയ ഞാൻ 1 ബൗൾ സേമിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതായത് 150 ഗ്രാം സേമിയ ആയിരുന്നു, ഒരു പാക്കറ്റ് സേമിയ. അപ്പോൾ നമ്മൾ പായസം അല്ലെങ്കിൽ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സേമിയനെയാണ് ഇതിനും ചേർക്കുന്നത്. അതൊന്ന് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനതൊന്ന് തുറന്നപ്പോൾ അതിൽ വെള്ളമൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള 2 മുട്ട അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ നമ്മളിതൊന്ന് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മുട്ടയുടെ അകത്തൊക്കെ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാനാണ് നമ്മളിതിനൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഈ സേമിയും ഇതൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മുട്ടയിലൊക്കെ ഈ ബിരിയാണിയുടെ മസാലയും ഇതൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പി കൂടിയിട്ടാണത്. ഇനി നമ്മുടെ വീട്ടിൽ ബിരിയാണി അരി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ സേമിയ കൊണ്ട് പെർഫെക്റ്റായിട്ടൊരു ബിരിയാണി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ്, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കാണാൻ പറ്റും.
വീണ്ടും പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.